പെട്ടെന്നൊരു പണിമുടക്ക് കിട്ടിയപ്പം വേറെ ഒന്നും നോക്കിയില്ല. നമ്മൾ പയ്യന്മാരെല്ലാവരെയും വിളിച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു. കോഴിക്കടയിൽ പോയി കോഴി എടുത്ത് 3 പേരും കൂടെ നേരെ മലക്കറി കടയിൽ പോയി. മലക്കറി കട ഇല്ലാത്തതുകൊണ്ട് നേരെ നമ്മളെ ഗോഡൌണിൽ പോയി. ഗോഡൌണിൽ പോയി ആവശ്യമുള്ള ചാർക്കോളും എടുത്ത് പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് പിന്നെ നമ്മളെ കോവിൽ ഉത്സവമായി കേട്ടോ. പിന്നെ കുറച്ച് മസാലയും 2 കൂടി ബ്രെഡും വാങ്ങിച്ചു ചിക്കൻ്റെ കൂടെ പിടിക്കുക. പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സവാളയും പിന്നെ കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ഇട്ട് അങ്ങ് അടിച്ചങ്ങ് എടുക്കണം. അരച്ചെടുത്ത മസാലയിൽ കാശ്മീരി ചില്ലിയും കുരുമുളകും തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ഗ്രില്ലും കിട്ടി. ചുമ്മാ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവന്റെ എന്റർടൈൻമെന്റ്. മസാല പുരട്ടി വെച്ച ചിക്കൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ച് പിന്നെ അടുപ്പിന്റെ പണി അങ്ങ് തുടങ്ങി. ഏരിയയിലെ ഏറ്റവും വലിയ റൗഡിയാണ് ഇവൻ. ആർക്കോളി വീശി വീശി കത്തിച്ച് നമ്മൾ കനലാക്കി. കനലായാലേ നല്ലതായിട്ട് വേവുള്ളൂ ചിക്കനൊക്കെ. കരിക്ക് എവിടെയുണ്ട് അവിടെ ഇവൻ കാണും. ലാസ്റ്റ് പീസ് അടുപ്പി വെച്ചതിന് ശേഷം ഞാൻ മയനൈസ് ഉണ്ടാക്കാൻ പോയി. മുട്ടയുടെ വെള്ളയും 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നാരങ്ങ നീരും ഉപ്പും പഞ്ചാരയും എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊഴിച്ച് അതിന്റെ കട്ടി നമ്മൾ നോക്കണം കേട്ടോ. ഇതുപോലെ കട്ടിയായി കിട്ടിയാലേ കൊള്ളാവും. എല്ലാവർക്കും കൂടെ കഴിക്കുക. അപ്പുറത്തുനിന്ന് ഇല വെട്ടി പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അടുപ്പണച്ച പുകയിൽ കൂടെ അവ അണ്ടർടേക്കറിനെ പോലെ നടക്കണ കണ്ട. മലക്കറി എടുക്കാൻ പോയപ്പോൾ എടുത്ത 2 തണ്ണിമത്തൻ വെട്ടിയരിഞ്ഞൊരു പാത്രത്തിട്ട് അതിലൊരു 7up ഒഴിച്ചങ്ങ് വെച്ച് അതും ഒരു പിടിക്കാം. പിന്നെ ഇലയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സലാഡ് ഇട്ട് സലാഡിൽ നമ്മൾ കുരുമുളക് ചേർത്തായിരുന്നു. പിന്നെ ബ്രെഡ് ചുറ്റും അങ്ങ് എടുത്ത് വെച്ച് എല്ലാവർക്കും കഴിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. പീസ് എന്നൊക്കെ പറഞ്ഞാൽ ജില്ലെന്നിരിക്കുന്നു. ആ മയനൈസും ആ സലാഡും ആ പീസും കൂട്ടി പിടിക്കണം. ബ്രെഡും മയനൈസും തിന്നാൻ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമിയിൽ ഇവർ മാത്രമേ ഉള്ളൂ ബാക്കി. അങ്ങനെ ഒരു പണിമുളക് ഫുള്ള് വൈബായി.